ഇന്ന് ഞാൻ നിങ്ങളോടുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് തലകറക്കത്തിനെ പറ്റിയാണ്, അഥവാ വെർട്ടൈഗോ. വെർട്ടൈഗോ എന്ന് പറഞ്ഞാൽ തലകറക്കം എന്ന് തന്നെയാണ്. പക്ഷേ തലകറക്കം എന്ന് മാത്രമല്ല, പല കാര്യങ്ങളുമായിട്ടും നമ്മുടെ അടുത്ത് രോഗികൾ വരാറുണ്ട്. തലയ്ക്ക് കനം, തലയ്ക്ക് വേദന, തലയ്ക്ക് ഒരു പെരുപ്പ്, ഇതെല്ലാം പേഷ്യൻസ് നമ്മളോട് വന്ന് പറയും. ഇതിലത് തലകറക്കമാണോ തലവേദനയാണോ വേറെ എന്തെങ്കിലും കാരണമാണോ എന്ന് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ജോലിയാണ്. പക്ഷേ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ പറയുന്ന അതിന് ഉപയോഗിക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ തലയ്ക്കുള്ളിലൊരു പൊട്ടൽ, തലയ്ക്ക് ഉള്ളിൽ എന്തോ ഒരു നീങ്ങി കളിക്കുന്ന പോലെ, അങ്ങനെ പല വേർഡ്സും ഉണ്ട്. അപ്പോൾ അതിൽ ട്രൂ വെർട്ടൈഗോ എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. ബാക്കിയെല്ലാം വേറെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇപ്പോൾ ചിലപ്പോൾ മൈഗ്രെയിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ ഈ പറഞ്ഞ ട്രൈജെമിനൽ ന്യൂറാൾജിയുടെ ആയിരിക്കാം, അങ്ങനെ പലതും ഇതുപോലെ കാണിക്കാറുണ്ട്. അപ്പോൾ തലകറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം 2-3 പറയുന്നത്. ഒന്നെങ്കിൽ അത് നമുക്ക് ചുറ്റുമുള്ള ഭിത്തികൾ അല്ലെങ്കിൽ ചുറ്റുമുള്ള സാധനങ്ങൾ കറങ്ങുന്ന പോലെ. രണ്ടാമത് നമ്മുടെ ഉള്ളിൽ എന്തോ കറങ്ങുന്നത് പോലെ, പമ്പര കറങ്ങുന്ന പോലെ, നമ്മൾ ഉള്ളിൽ കറങ്ങുന്ന, നമ്മൾ ആടി നടക്കുന്ന പോലെ. മൂന്നാമത്തത് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ, അതിനെ ബ്ലാക്ക് ഔട്ട്സ് എന്നാണ് വിളിക്കുന്നത്. അത് തലകറക്കം അല്ല, ആക്ച്വലി അത് വേറൊരു ലക്ഷണത്തിൻ്റെ TIA എന്ന് പറയുന്ന ഒരു അപകടകരമായ കണ്ടീഷൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ഏതാണ് രോഗി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കുന്നത് എന്താണെന്ന് അറിയണം. അപ്പോൾ തലകറക്കത്തിൽ 2-3 കാര്യങ്ങൾ നോക്കേണ്ടത്. ഒന്ന്, തലകറക്കം എപ്പോഴാണ് അത് വരുന്നത്. പുലർച്ചെ സമയങ്ങളിലാണോ വരുന്നത് എങ്കിൽ അത് തലയ്ക്ക് ഉള്ളിലെ അല്ലെങ്കിൽ ചെവിക്കുള്ളിലെ ബാലൻസ് നിയന്ത്രിക്കുന്ന ഓട്ടോകോണിയ എന്ന് പറഞ്ഞ കല്ലുകളുടെ സ്ഥാനം തെറ്റാണ് ഒന്ന് കാരണം എന്നത്. ഇനി നമ്മൾ നടക്കുമ്പോൾ അങ്ങനെ ആടി നടക്കുന്ന അല്ലെങ്കിൽ രാവിലെ സമയങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിലാണ് വരുന്നതെങ്കിൽ അത് ചിലപ്പോൾ മൈഗ്രെയിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളാണ് നോക്കാം. രണ്ടാമത്തെ, അതിൻ്റെ ഡ്യൂറേഷൻ, എത്ര സമയം അത് വരുന്നു നിൽക്കുന്നു. മിനിറ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് താഴെ നിൽക്കുന്നത് പലപ്പോഴും ചെവിയുടെ ബാലൻസിന്റെ അവയവത്തിന്റെ അസുഖമാണ് BPPV എന്ന് വിളിക്കുന്നത്. മണിക്കൂറുകളോളം നിൽക്കുന്നത് പലപ്പോഴും അതിന് തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയുകയോ അല്ലെങ്കിൽ നമ്മുടെ മെനിയസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ ഉള്ളിലെ ഫ്ലൂയിഡിന്റെ ബാലൻസിൽ ഫ്ലൂയിഡിന്റെ അളവിൽ വ്യത്യാസം വരുന്നത് അങ്ങനെ ഒരു അസുഖത്തിന് വയ്ക്കാം. ഇനി ദിവസങ്ങളോളം നിൽക്കുന്നത് പലപ്പോൾ സ്ട്രോക്കോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് അത് കാരണം ചെവിയും തലച്ചോറുമായിട്ടുള്ള ആ ഒരു കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ട് വരുന്നതായിരിക്കാം. അങ്ങനെ 3-4 കാരണങ്ങളുണ്ട്. സെക്കൻഡ്സ് കൊണ്ട് വരുന്നത് ചിലപ്പോൾ വെസ്റ്റിബുലാർ പരോക്സിസമ എന്ന് പറഞ്ഞിട്ട് ചെവിയിലേക്കുള്ള ഞരമ്പുകളുടെ മുകളിൽ രക്തോട്ടം കുറയുന്നത് കൊണ്ട് വരാം. ഇങ്ങനെ അതിൻ്റെ സമയത്തിലുള്ള വ്യത്യാസം കൊണ്ട് വരാം. ഇനി ഇത് നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ തലകറക്കം വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ടത് കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. നിസ്റ്റാഗ്മസ് എന്ന് വിളിക്കും. കണ്ണിൻ്റെ ഓസിലേറ്ററി മൂവ്മെൻറ്റ്, കണ്ണൊരു പെൻഡുലം ചലിക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് പോയി തിരിച്ചു വരും. ഇതാണ് നിസ്റ്റാഗ്മസ് എന്ന് വിളിക്കുക. ഇതാണ് രോഗി തലകറക്കമായി പെർസീവ് ചെയ്യുന്നത്. ഈ നിസ്റ്റാഗ്മസിൻ്റെ ഡയറക്ഷൻ ഏത് ഭാഗത്തേക്കാണ് അത് പോകുന്നതനുസരിച്ചിട്ടാണ് ഏത് സൈഡാണ്, ഏത് വലത്ത് ഭാഗമാണോ അല്ലെങ്കിൽ വലത്ത് ചെവിയാണോ ഇടത്ത് ചെവിയാണോ നോക്കേണ്ടത്. അപ്പോൾ ആ നിസ്റ്റാഗ്മസ് കാണേണ്ടത് വളരെ നിർബന്ധമാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് തലകറക്കത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നത് രണ്ടാമത് ഓഡിയോഗ്രാമാണ്. ഇപ്പോൾ ചെവിയാണ് ബാലൻസിൻ്റെ അവയം എന്ന് പറയപ്പെടുന്നത്. ആ ബാലൻസിൻ്റെ അവയത്തിലെ ഞരമ്പുകളുടെ കണക്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലൂയിഡിൻ്റെ വ്യത്യാസമോ കാരണം ഈ പറഞ്ഞ ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു ഓഡിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ, ഓഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ കേൾവി പരിശോധന, ഈ ഞരമ്പുകൾക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് അറിയാം. മൂന്നാമത്തെ ഈ ബാലൻസിൻ്റെ അസുഖത്തിന് നമുക്ക് വേറൊരു ചെയ്യുന്നത് ഡിക്സ് ഹാൽപേക്ക് മെനുവർ എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റാണ്, കിടത്തി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രോഗീനെ അത് കട്ടിലിൽ ഇരുത്തിയിട്ട് പെട്ടെന്ന് താഴോട്ട് കിടത്തും. അപ്പോൾ താഴോട്ട് കിടത്തുമ്പോൾ ഈ നിസ്റ്റാഗ്മസ്, അതായത് കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ആ മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് അനുസരിച്ച് ഏത് ഭാഗമാണെന്ന് തീരുമാനിച്ച് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് വേറൊരു ടെസ്റ്റ് ഉണ്ട്. നമുക്ക് ശരീരം കൃത്യമായി ഒരു 360 ഡിഗ്രി തിരിച്ച് അതിൻ്റെ ആ പൊസിഷനുകളിൽ തെറ്റിപ്പോയ കല്ലുകളെ തിരിച്ചു കൊണ്ടുപോകാം. ആ രോഗത്തിൻ്റെ പേരാണ് BPPV അല്ലെങ്കിൽ ബെനൈൻ പെരോക്സിസമൽ പൊസിഷണൽ വെർട്ടൈഗോ. ഇത് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ നമ്മളത് മൈൻഡാക്കാതിരുന്നാൽ ഓട്ടോമാറ്റിക്കലി തന്നെ മാറും. അതുകൊണ്ടാണ് ബെനൈൻ എന്ന് വിളിക്കുന്നത്. 3-4 ദിവസം കൊണ്ട് തന്നെ മാറാം. പൊസിഷണൽ എന്ന് വിളിക്കുന്നത് ശരീരത്തിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ തലയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ തലകറക്കം ഉണ്ടാകുന്നത്. പെരോക്സിമൽ ഇത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും. പലപ്പോഴും ഉണ്ടാകുന്നത് പുലർച്ചെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ആയിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ സർവ്വസാധാരണമായി കാണുന്ന ഒരു രോഗം BPPV ആണ്. രണ്ടാമത്തത് മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ തലവേദനയാണ് യൂഷ്വലി പറയുന്നത്. തലയ്ക്ക് ചുറ്റുള്ള രക്തത്തിൽ കുഴകളുള്ള അഭാവമോ അല്ലെങ്കിൽ രക്തോട്ടം കുറയുന്നതിലോ അല്ലെങ്കിൽ ഞരമ്പുകൾക്കുള്ള പിടിവലിയോ ആണ് മൈഗ്രെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ മൈഗ്രെയിൻ്റെ ഒരു വേറെ ലക്ഷണമാണ് തലകറക്കം. പലപ്പോഴും അതിനെ മൈഗ്രെയിനസ് വെർട്ടൈഗോ അല്ലെങ്കിൽ വെസ്റ്റിബുലാർ മൈഗ്രെയിൻ എന്നിരിക്കും. തലവേദന കാര്യമായി ഉണ്ടാകില്ല, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ വെർട്ടൈഗോ തലകറക്കം പലപ്പോഴും
അവർ അനുഭവപ്പെടുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അതിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മെനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന അസുഖമാണ്. മെനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് ചെവിയുടെ ഉൾച്ചെവിയിലുള്ള, അതായത് ചെവിയുടെ ഉൾച്ചെവിയിലുള്ള ബാലൻസിൻ്റെ അവയവത്തിനുണ്ടാകുന്ന അതിലുള്ള ഫ്ലൂയിഡിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ടാണ്. അതിൽ ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുമ്പോൾ ഇതൊരു നീർക്കുമിള പോലെ വീർക്കുകയും വീർത്ത് പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് പേഷ്യൻറ്റിന് ഛർദിയും തലകറക്കവും വരും. അതിന് മുന്നോടിയായി ചെവിയിൽ ഒരു അടപ്പും മൂളിച്ചയും കാണാം. ഈ മൂളിച്ച കൂടി വന്ന് പെട്ടെന്ന് തലകറക്കം വരും. അങ്ങനെയാണ് ഇത് വെസ്റ്റിബുലാർ ഈ ഛർദിയും കഴിയുമ്പോൾ മെനിയസ് ഡിസീസ്. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെയും അടുത്ത കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും വരും. അങ്ങനെ ഓരോ തവണയും വരുമ്പോൾ ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുകയാണ് ഈ മെനിയസ് ഡിസീസ്. അപ്പോൾ അത് പെട്ടെന്ന് ഏർലിയായി കണ്ടുപിടിച്ചാൽ നമുക്കതിന് പല ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അങ്ങനെ ആ ചെവിയിലുള്ള ഫ്ലൂയിഡ് ബാലൻസ് കുറച്ച് കഴിഞ്ഞാൽ കേൾവി ശക്തി നഷ്ടപ്പെടാതിരിക്കാം. ഇനി വേറെ നാലാമത്തെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഈ ചെവിയിലുള്ള ഞരമ്പുകൾക്കുള്ള ക്ഷതങ്ങൾ. അതിപ്പോൾ സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ടോ ചില മരുന്നുകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചില വൈറൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടോ ഞരമ്പുകൾ തളർന്നു പോകാം. അങ്ങനെയുള്ളവർക്ക് വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് അല്ലെങ്കിൽ വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് എന്ന് വിളിക്കും. ഈ ഞരമ്പുകളുടെ പ്രശ്നം കാരണം ഒരു ചെവിയിൽ കേൾവിക്കുറവും ഉണ്ടാകും. ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ നല്ല സിവിയർ തലകറക്കവും വെർട്ടേഗവും ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് കണ്ടുപിടിച്ച് മരുന്ന് ട്രീറ്റ് ചെയ്താൽ അതിനും ശമനം നമുക്ക് ലഭിക്കാം. ഇനി ഇതൊന്നുമല്ലാണ്ട് തലച്ചോറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും വരാം, സെൻട്രൽ കോസസ്. അതും കുറേ അതിൽ പറയുന്നത് ഒന്ന് സ്ട്രോക്കാണ്, പോസ്റ്റീരിയർ സർക്കുലേഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കുന്ന തലച്ചോറിൻ്റെ പിൻഭാഗത്തുള്ള രക്തക്കൊഴലുകൾ അടഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന തലകറക്കം. അത് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യണം. പിന്നെ ഉള്ളത് നമ്മുടെ ഈ CP ആംഗിൾ എന്ന് പറഞ്ഞ ചെവിയിൽ നിന്ന് ഞരമ്പുകൾ തലച്ചോറിലേക്ക് എത്തുന്ന ഒരു സ്ഥലമുണ്ട്. അതിൽ ചിലപ്പോൾ ട്യൂമറുകൾ പോലെ വരാം. അത് CP ആംഗിൾ ട്യൂമർ എന്ന് പറയുന്നത്, അങ്ങനെയും തലകറക്കം വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ എന്താ ലക്ഷണങ്ങളും ബാക്കി ടെസ്റ്റുകളിലും ഡോക്ടർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതിന് നമുക്ക് MRI ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഞരമ്പുകളിൽ മഴ വല്ലതും ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളുണ്ട്. ഈ തലകറക്കത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പല രീതിയിലാണ്. ആദ്യം ഞാൻ പറഞ്ഞത് BP PVയുടെ ട്രീറ്റ്മെൻറ്റ് ആ ഒരു ടെസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ശരീരം തിരിച്ച് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ രണ്ടാമത്തത് ഈ പറഞ്ഞ ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ലാബ്രിന്തൈൻ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഞരമ്പുകളുടെ നമ്മുടെ ഫിസിയോതെറാപ്പി പോലെ ഞരമ്പുകളിലെ രക്തോട്ടം അല്ലെങ്കിൽ അതിലെ ഇത് കൂട്ടാനായിട്ട് ചെയ്യുന്നതാണ് ലാബ്രിന്തൈൻ എക്സസൈസ്. അത് നമ്മുടെ ചൂണ്ടുവിരൽ ഇങ്ങനെ നേരെ പിടിക്കുക, കണ്ണുകൊണ്ട് അതിൽ ഫോക്കസ് ചെയ്തിട്ട് 2 സൈഡിലേക്കുമായിട്ട് 45 ഡിഗ്രി 2 സൈഡിലേക്കുമായിട്ട് മെല്ലെ മൂവ് ചെയ്യുക. കണ്ണ് അതിനെ ഫോളോ ചെയ്യുക. തല മൂവ് ചെയ്യരുത്, കണ്ണ് ഫോളോ ചെയ്യുക. പിന്നെ മുകളിലേക്കും താഴേക്കും അങ്ങനെ ചെയ്യാം. ഇതും തലകറക്കത്തിന് വേണ്ടി നമുക്ക് നല്ല റെസ്പോൺസ് തരുന്നതാണ്. പിന്നെ മെഡിസിൻസിൽ കുറേ ഇപ്പോൾ മെനിയസ് ഡിസീസ് എന്ന് പറയുന്ന അസുഖമാണെങ്കിൽ ശരീരത്തിൽ ഫ്ലൂയിഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ സോഡിയം പൊട്ടാസ്യം അളവുകളുള്ള വ്യത്യാസം കാരണമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ചില ഉപ്പ് കുറച്ച് വെക്കണം. ചില ഭക്ഷണ സാധനങ്ങളായിട്ടുള്ള പുളിയുള്ള സാധനങ്ങൾ, അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ്, കോഫി, ആൽക്കഹോൾ, ചീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റി വെക്കണം. ഇനി മൈഗ്രെയിൻ ഉള്ളവർക്കാണെങ്കിൽ അതിന് ട്രിഗറിങ് ഫാക്ടേഴ്സായ ചോക്ലേറ്റ്, ചീസ്, കളറുള്ള ഭക്ഷണ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കണം. ഇതെല്ലാമാണ് ഭക്ഷണ സാധനങ്ങളിലുള്ള വ്യത്യാസങ്ങൾ. ഇനി വേറെ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് ഇതിന് രക്തോട്ടം കൂട്ടാനുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. സോ ഈ പറഞ്ഞ ഫ്ലൂയിഡ് കുറയ്ക്കാനുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലവർക്ക് ഈ സ്ട്രോക്കിൻ്റെ ഭാഗമാണെങ്കിൽ അതിനുള്ള മെഡിക്കേഷൻ, അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ മെഡിക്കേഷൻ, അങ്ങനെ പലതും കൊടുക്കണം. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഏത് രോഗമാണ്, ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ മെനിയസ് ഡിസീസാണ്, മരുന്ന് കൊണ്ട് മാറുന്നില്ലെങ്കിൽ അതിന് സർജിക്കലി ആയിട്ട് ആ ഞരമ്പിൻ്റെ ബാലൻസിൻ്റെ ഞരമ്പിൻ്റെ മാത്രം കട്ട് ചെയ്ത് കളയുന്ന സെലക്റ്റീവ് വെസ്റ്റിബുലാർ ന്യൂറക്ടമി എന്ന് പറയുന്ന അസുഖമുണ്ട്. അതുപോലെ ഫ്ലൂയിഡ് കൂടുതലാണെങ്കിൽ ഫ്ലൂയിഡിനെ എടുത്ത് മാറ്റുന്ന എൻഡോലിംഫാറ്റിക് സാക്ക് ഡീകംപ്രഷൻ എന്ന് പറഞ്ഞ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇനി CP ആംഗിൾ ട്യൂമർ ആണെങ്കിൽ അതൊരു ന്യൂറോ സർജനും ENT സർജനും കൂടി ഒരുമിച്ചിട്ട് ഈ പറഞ്ഞ മെഡിക്കൽ ക്രൈനിയൽ ഫോഴ്സ് അല്ലെങ്കിൽ റിട്രോസിഗ്മോയിഡ് അപ്രോച്ച് വഴി നമുക്ക് ആ ട്യൂമറിനെ എടുത്ത് മാറ്റാൻ പറ്റുന്നതാണ്. ഇതെല്ലാം കൂടാതെ തലകറക്കത്തിന് നമുക്ക് ഈ വെസ്റ്റിബുലാർ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചെവി തന്നെ, ഇപ്പോൾ ഒരു ചെവി എഫക്റ്റഡ് ആണെങ്കിൽ മറ്റേ ചെവി അതിനെ ഏറ്റെടുക്കും. ആ വെസ്റ്റിബുലാർ കോമ്പൻസേഷന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞ ലാബ്രിന്തൈൻ എക്സസൈസ്. അങ്ങനെ ഈ രോഗത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതനുസരിച്ച് ട്രീറ്റ് ചെയ്താൽ മാത്രമേ വെർട്ടേഗോ പൂർണ്ണമായും മാറുള്ളൂ. അപ്പോൾ എല്ലാ വെർട്ടേഗവും പലപ്പോഴും ഇതല്ല, അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കേണ്ടിയിരിക്കും.